മുട്ടയിൽ കൂടുപാത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ ബോർഡറിൽ പോയി കുറെ മുട്ട കൂടുപാത്രം എഴുതി വെച്ചിട്ട് ടച്ച് എഴുതിയ പോലെ ഉക്രൈന് കുറെ റഷ്യക്കെതിരെ സാധനം കൊടുത്താൽ പോലെ മുട്ട കുറെ എഴുതിയിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. കൂടുപാത്രത്തിലൂടെ ഒരാളെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ആൾ നശിക്കുന്ന ആൾ ഞാനായിരിക്കും. കാരണം എത്രയോ വർഷമായി ഇവരെ ഡയറക്റ്റ് ഇരുന്ന് പറയാണ്. ഇവന്റെ കാര്യം പറയുന്നത് ഭയങ്കര തമാശയാണ്. ഹരി പത്തനാപുരം അങ്ങനെ എന്തോ പേര്, ഇവന്റെ ഒന്നും പേര് കേൾക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ എന്തോ വലിയ സംഭവമാണെന്നൊരു തോന്നലാണ് ഇവന്. ഇവന്റെ അച്ഛനൊക്കെ ഇവനെ തിന്നാൻ കൊടുത്ത ജോലിസ് നോക്കിയിട്ട് തന്നെയാണ്. എത്രയോ ആളുകളുടെ കല്യാണക്കുറി, എത്രയോ ആളുകളുടെ തലക്കെട്ട്, ഇതൊക്കെ ഇവരെ അച്ഛൻ ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് ഇവനൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഒരു മതവിശ്വാസമില്ലാത്ത വിശ്വാസിയാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോ ജോത്സ്യത്തെ മുഴുവൻ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ജോത്സ്യൻ അല്ലെങ്കിൽ ജോത്സ്യന്മാർ ചെയ്യുന്ന ഒക്കെ മോശമാണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഞാൻ പക്ഷെ മോശം കാണിക്കാറില്ല, എന്റെ അടുത്ത് നിങ്ങൾക്ക് വിശ്വസിച്ച് വരാമെന്നുള്ളൊരു ഒരു എന്താ പറയാ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വിടുക. അതിലൂടെ ഒരുപാട് ആളുകൾ ഇവന്റെ അടുത്തേക്ക് ചെല്ലുക, ഇവനെ കൊണ്ട് സമയം നോക്കിപ്പിക്കുക. ഇവനതിങ്ങനെ വലിയ സംഗതിയായിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരും വിശ്വസിക്കാൻ എന്താ അറിയോ, മറ്റുള്ളവരൊക്കെ പറ്റിക്കാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ പറ്റിക്കൂല എന്നുള്ളൊരു ധാരണയാണ് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇവന്റെ മുമ്പിലോട്ട് ചെല്ലുന്ന ആളുകൾക്ക്. തനി ഫ്രോഡാണ്. തനി ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തനി ഫ്രോഡ്. ഇതും പറഞ്ഞ് നടന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക, ഇതാണ് ഇവന്റെ പണി. ഇവന് ജോത്സ്യം പണിയല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അവൻ കാശ് വാങ്ങിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത്. എന്നാൽ മറ്റു ജോത്സ്യന്മാർ ഇവനെ കുറ്റം പറയുകയും വേണം. ഇപ്പൊ ഗൂഢോത്രല്ല എന്ന് അവൻ പറയണം. ഗൂഢോത്രം ജോത്സ്യനും തമ്മിൽ എന്താ ബന്ധം? ഗൂഢോത്രം ചെയ്യുന്ന ജോത്സ്യന്മാരാണോ? അല്ല, ജോത്സ്യന്മാരല്ല ഗൂഢോത്രം ചെയ്യണത്. ഗൂഢോത്രം ചെയ്യുന്ന ആൾക്കാർ മന്ത്രവാദികളാണ്. മന്ത്രവാദികൾ തന്നെ തെറ്റാണ്, മന്ത്രം ഫലിക്കാത്തതാണെന്നൊക്കെ ഇവൻ പറഞ്ഞു വരികയാണെങ്കിൽ ഇവനെ കുറ്റിച്ചൂലെടുത്ത് അടിക്കേണ്ടി വരും. പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ട്, അതിന് 100% ഉറപ്പാണ്. ഗൂഢോത്രം ഉണ്ട്, ഗൂഢോത്രം ഫലിക്കും ചെയ്യും, എല്ലാം ചെയ്യും. അതൊക്കെ ഇവന്റെ വെറും തള്ളു മാത്രമാണ്. ഇവന്റെ വാക്ക് കേട്ടിട്ട് ഗൂഢോത്രം ഇല്ലാന്ന് പറഞ്ഞ് നടക്കണ്ട. ഇതൊക്കെ അവനവന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പണി തരിക തന്നെ ചെയ്യും, 100% ഉറപ്പാണ്. എത്രയോ അനുഭവങ്ങളുണ്ട്. ഇത് ഛർദ്ദിച്ച് കളയുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഗൂഢോത്രം ചെയ്ത സാധനം ഉള്ളിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും ഇവര് തരിക. അതൊക്കെ നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡിനെ അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമ്മൾ നോർമലാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്, ഛർദ്ദിപ്പിച്ച് കളയാറുണ്ട്. ഛർദ്ദിപ്പിച്ച് കളയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ബോൾ മാറി കിടക്കും ഈ സാധനം. ചെറിയ രോമൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല ആളുകൾ ഇതുപോലെ പല കൂട്ടുകാരന്മാരും ഇതുപോലെ ഓരോരുത്തരന്മാര് തിന്നാൻ കൊടുക്കണ കൂടോത്രം ചെയ്തിട്ട് കുടുംബം തുറഞ്ഞ ആൾക്കാരുണ്ട്. എന്നിട്ട് അവന്മാരെ കൊണ്ട് ഛർദ്ദിപ്പിക്കലും പരിപാടിയൊക്കെ ഒരുപാട് ചെയ്തു. അതിനുള്ള ക്ഷേത്രങ്ങളും ഉണ്ട് ഇവിടെ. തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോ ഈ പൊള്ളാച്ചിക്ക് എടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ പൊളിച്ചക്ക് 4 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പൂജ കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കാൻ നിന്നാ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മതി, താനെ വരും ബും 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 എന്നാണ് വാള്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മാംസ കഷ്ണം പോലുള്ള 3, 4, 5 കഷ്ണങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഇവ ഇരുന്നിട്ട് പറയാൻ ഗൂഢോത്രം വലിക്കൂല, ഇന്ത്യയും പാകിസ്ഥാന്റെ ബോർഡറിൽ കൊണ്ട് ഗൂഢോത്രം ചെയ്തപ്പോ ഒന്ന് പോടാ ഊളയങ്ങട്ട്, നീ ഭയങ്കര ജ്ഞാനി, ഭയങ്കര അറിവുള്ളവൻ, മറ്റുള്ളവരൊക്കെ പൊട്ടന്മാര് അല്ലേ? ശരിയാണ്, ജീവിക്കാൻ വേണ്ടി ചെറിയ തടികളൊക്കെ ചെയ്യുന്ന ജോത്സ്യന്മാരുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് ജോത്സ്യം മുഴുവൻ തെറ്റാണ്. ജാതകം നോക്കി കല്യാണം കഴിക്കുന്നത് തെറ്റാണ്. ഇതൊക്കെ വെറും ഇവന്റെ വയറ്റുപഴപ്പിന് വേണ്ടി ഇവ ഉണ്ടാക്കി വിടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല ജോത്സ്യം നോക്കി കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ജാതകം നോക്കി കല്യാണം കഴിച്ച ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും, ഇല്ലാതൊന്നും പറയുന്നില്ല. അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ അത് അതിന്റെ വഴിക്ക് പോട്ടെ. അത് അവരെ കൊണ്ട് നിങ്ങളിത് ചെയ്തേ പറ്റൂ, നിങ്ങളിത് നോക്കിയേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. നോക്കേണ്ടവർക്ക് നോക്കാം, നോക്കാണ്ടാത്തവർക്ക് നോക്കണ്ട, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഇവനൊന്നും പറയണം അങ്ങനെയല്ല. ഈ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, ജാതകം നോക്കുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നിട്ട് ഇവൻ ചെയ്യണം എന്താണ്? ഇവൻ ജോത്സ്യം തന്നെയാണ്, വേറെ ആരെന്താ പണി? എന്നിട്ടിപ്പോ ഇങ്ങനെ പറഞ്ഞ് ഫേമസ് ആക്കി 4 ഉദ്ഘാടനം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ പറയുന്ന വിശ്വാസം വിറ്റ് ജീവിക്കുന്നതിനേക്കാൾ കുറെ ആളുകൾ വിശ്വാസത്തെ എന്താ പറയാ ഈ പോലെ വ്യഭിചാരം ചെയ്ത് ജീവിക്കണം. അതിൽ പെട്ട ഒരാളാണ് ഇവൻ. എനിക്ക് ഈ ഹരിയെ കുറിച്ച് അത്രേ പറയുള്ളൂ. വേറൊന്നുമില്ല. ഇവൻ പറയുന്നത് ഇവൻ ഭയങ്കര അറിവാളിയാണ്, ഇവൻ പറഞ്ഞതൊക്കെയാണ് ശരിയെന്നും പറഞ്ഞ് നടക്കണ അവൻ. സത്യത്തിൽ ഇവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ട് എന്നുള്ളതാണ്. ഗൂഢോത്രം ഫലിക്കില്ല, അല്ലെങ്കിൽ മന്ത്രവാദം ഫലിക്കില്ല എന്നൊക്കെ പറയുമ്പോ ഇവനൊക്കെ ക്ഷേത്രങ്ങളിൽ പോയ പൂജ വെറുതെയാണ്, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ദൈവമൊന്നുമില്ല, ദൈവവിശ്വാസമില്ല, അവിടുത്തെ മന്ത്രങ്ങളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് തുല്യല്ലേ മന്ത്രവാദത്തെ തള്ളിപ്പറയുക. മന്ത്രവാദം പക്കയായിട്ടുണ്ട് മക്കളെ, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനി ആരെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ തമിഴ്നാടെ കൊണ്ട് കാണിച്ചു തരാം. എന്താണ് മന്ത്രവാദം, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ വളരെ വ്യക്തമാക്കി കാണിച്ചു തരാം. ഇതൊക്കെ അറിയുന്ന ആളുകൾ വളരെ വിരളമാണ്, പക്ഷെ അറിയാത്ത ആളുകളാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇത് പല ആളുകൾക്കിടയിലോട്ടും തെറ്റിദ്ധാരണയിലൂടെ ഒരു വഴിയിലോട്ട് പോണത്.
സത്യത്തിൽ ഇത് അറിയുന്നവരത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാറൊന്നുമില്ല. ഈ എന്താ പറയാ, അരവൈദ്യനാളെ കൊല്ലും എന്ന് പറയുന്ന പോലെ ചില സാധനങ്ങൾ മാത്രം പഠിച്ചു വെച്ചിട്ട് അതിലൂടെ പല ആളുകളെയും ഉപദ്രവിക്കാൻ പല ആളുകൾ ഇറങ്ങാറുണ്ട്. പക്ഷെ യഥാർത്ഥ മന്ത്രവാദികൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാൻ പോകാറില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളെ നോക്കിയിട്ട് അയാൾക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അതിന് ബദൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാറാണ് ഓരോ മന്ത്രവാദികളും ചെയ്യാറ്. അവർക്കുള്ളൂ നല്ല ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവരെ ഈ അരമന്ത്രവാദികളുണ്ട്, അവരെ കാണുമ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റും അവരുടെ ഒരു ശരീരവും അവരുടെ മുഖവും അവരുടെ നടത്തവും എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും. കാരണം അവർക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ചെയ്തിട്ട് തിന്നുകൊണ്ട് കിടക്കല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരാൾ മറുപടി കൊടുക്കും. അപ്പൊ ഈ ഹരി എന്ന് പറയുന്നവൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള വിഡിത്ത് അതിൽ നിർത്തുക. തനിക്ക് രോഗം അറിയില്ല എങ്കിൽ താൻ സൈലന്റ് ആയിട്ടൊരു മൂലക്കിരിക്കുക. തന്റെ എന്താ പറയാ വിശ്വാസ വിചാരം നടക്കട്ടെ, അതൊന്നും ഞങ്ങൾ കുറ്റം പറയാനില്ല. പക്ഷെ ഈ ലോകത്തുള്ളത് ഒന്നും അങ്ങോട്ട് ഇല്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഊളത്ര നിർത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.